നീ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ എനിക്ക് എന്തോന്ന് വാങ്ങിച്ചോണ്ട് വരൂടെ ചേർക്കാ. അതിന് ഞാനിപ്പോ ജോലിക്ക് പോകുന്നില്ലല്ലോ, പോയിട്ട് വരുമ്പോ. അല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് വിളിച്ചിട്ട് നാളെ കയറാന്നല്ലോ, ഒരു മാസമുള്ള എന്തെങ്കിലും സെറ്റപ്പ് ആവോ. അപ്പൊ നീ പണിക്ക് പോകുന്നില്ലേ? അല്ല വർക്ക്ഷോപ്പിൽ ഒന്ന് രണ്ട്. നീ പറഞ്ഞെന്തോന്ന് അവര് ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നെന്നാ? അല്ല അത് മോശമല്ലേടാ. അവര് ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുമ്പോ നീ പോകാതിരുന്നാലും എങ്ങനെയാ ശരിയാവുന്നത്? അതെങ്ങനെ ശരിയാവും? താഴെ മേളിലും പുരുഷ കേസരികൾ ഇല്ലാത്ത സ്ഥിതിക്ക് പെട്ടെന്ന് ഞാൻ ഇറങ്ങി പോകുമ്പോ അതൊക്കെയല്ലേ മോശം. അപ്പൊ അവരോട് വാക്ക് പറഞ്ഞത് അത് നീ ചെല്ലാന്ന് പറഞ്ഞോണ്ടല്ലേ തമ്പിയണ്ണൻ അത് ചെയ്തത്? എന്റെ വാക്കിനെക്കാട്ടിലും ഞാൻ ഇറങ്ങി പോകുമ്പോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമല്ലേ എനിക്ക് വലുത്. എടാ നീ നിന്റെ കാര്യം നോക്ക്. ഈ പ്രോഗ്രാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ 365 ദിവസവും നിനക്ക് നാടകം കളിക്കാം, കൈ നിറച്ച് കാശും വരും. അത് പെണ്ണ ഇവള് റോസ്മേരി എന്നും ബഹളമായി. 10 പൈസ നീ അങ്ങോട്ട് അയച്ചു കൊടുക്കണ്ട. അത് പറഞ്ഞപ്പോഴാ കട്ടപ്പനുള്ള റോസ്മേരിയുടെ കുഞ്ഞമ്മച്ചിയുടെ മൂത്ത മോന്റെ രണ്ടാമത്തെ ഇളയ പെങ്ങളുടെ വാക്കുറപ്പീര. അതിന് ഞാൻ ചെന്നില്ലെന്നുണ്ട് എന്നെ അവള് വേണ്ടാന്നുള്ള വാക്ക് അവള് ഉറപ്പിച്ചു പറയും. അപ്പൊ അവള് രക്ഷപ്പെടും. അവള് വേണ്ടാന്ന് വെക്കല്ലേ ഉള്ളൂ, കല്യാണം ഉറപ്പിക്കൽ നടക്കുമല്ലോ. ഞാൻ ഈ ചാടിക്കേറി പെട്ടെന്ന് ഒരു ജോലി സ്ഥലത്ത് പോയി അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു വരാൻ ഒരു കുറേ സമയം എടുക്കത്തില്ലേ? അപ്പൊ ഒരു മാസം മുമ്പേ ഇതാണ് ജോലി എന്ന് അറിയിക്കുമ്പോൾ ഞാൻ മാനസികമായ ചില തയ്യാറെടുപ്പുകൾ എടുത്തിട്ട്. ഒരു കുഴപ്പമില്ല, എന്നാ വിളിച്ചു പറഞ്ഞേക്ക് തമ്പിയണ്ണനെ. അവര് വേറെ ആരെങ്കിലും വെക്കട്ടെ. വിളിച്ച് പറയരുതേ. തങ്കൻ ചേട്ടത്തി വിളിച്ച സ്ഥിതിക്ക് തങ്കൻ ചേട്ടത്തി പറഞ്ഞ എനിക്ക് വയ്യ വയറുവേദനയായിട്ട് കിടക്കുമെന്ന് പറ. തങ്കൻ ചേട്ടത്തി അങ്ങനെ പറയുന്നില്ല, നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. എന്നാ മുത്തുമോള് വിളിച്ച് തമ്പിയെ. ഹലോ ഹലോ ഹലോ, എവിടെ പോകുന്നു? എവിടെ പോകുന്നു? കഴിച്ചു കഴിഞ്ഞു. ആ ഇരി അവിടെ. കഴിച്ചു കഴിഞ്ഞു. ഇതെന്താ ഇതെന്താ? എനിക്ക് മതി. മതിയ നല്ല വീക്ക് ഞാൻ തരും. അമ്മ വിശപ്പ് തീർന്നോ? ഒരുപാട് കഴിക്കാന്ന് വിചാരിച്ചു, കൊള്ളുന്നില്ല. മുത്തേ, അപ്പൊ നിനക്ക് ഇത് എടുക്കുമ്പോ പറയാൻ പാടില്ല അമ്മ എനിക്ക് ഇത്രയും വേണ്ട. നിന്റെ വിശപ്പ് എനിക്കറിയാമോ? അതെനിക്കും അറിഞ്ഞൂടല്ലോ, കഴിച്ചു വരുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതെന്ത് ചെയ്യും? കളഞ്ഞിട്ട് കഴുകി വെക്കാൻ ഞാൻ കഴുകിച്ചോളാം. അഹങ്കാരം പറഞ്ഞോണ്ട് അവള് അങ്ങോട്ട് കളഞ്ഞേക്കാന്ന്. എന്ത് നിസ്സാരമായിട്ട് അവള് പറഞ്ഞവള്. ഇവിടെ അങ്ങനെ കളയാൻ ആഹാരം ഇല്ല. പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് ഉച്ചയ്ക്ക് വെക്കാൻ പറ്റുമോ? എന്നും അവിടെ ഇരിക്കടി, അവിടെ ഇരിക്കടി, അവിടെ കഴിക്കടി. എന്നും അതേമേ സ്കൂളിൽ കൊണ്ടുപോയാ കുറച്ച് ചോറ് അവിടെ വെച്ചിട്ട് പോകും. പച്ചക്കറി ഒന്നും അവള് തൊടൂല്ല. ഇവളെന്താ ഇവിടെ ആരാന്ന് ഇവളുടെ വിചാരം? 1-2 ദിവസം ചെയ്തേനാണ് ഈ പറയുന്നത്. ഒരു ദിവസം ചെയ്താൽ മതിയല്ലേ? എല്ലാ ദിവസം ഫുള്ള് കഴിക്കാൻ പറ്റുമോ അമ്മമ്മ? 1-2 ദിവസം ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായി ഞങ്ങൾക്ക്. തുടങ്ങി. എന്ത് തുടങ്ങിന്ന്? ഇത് ഞാൻ കളഞ്ഞു വെച്ച എന്താണ് അമ്മയുടെ പ്രശ്നം? കളയാൻ ഇവിടെ ഭക്ഷണം ഇല്ല. ഇതിപ്പോ വയറ് വീത്തുപോയില്ല, ഇനിയിപ്പോ എനിക്കിത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിന്നെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. 3 നേരം ഇവക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഉരുട്ടി കൊണ്ടു കൊടുക്കണില്ല ഒരു മനുഷ്യൻ. അങ്ങോരെ പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ഡാഡി വന്ന് തീരുമാനമാക്കിയിട്ട് ഇനി എനിക്ക് ഫുഡ് മതി. വയറ് വീത്തിട്ടല്ലേ, മനഃപൂർവ്വം അല്ലല്ലോ. കണ്ടോ? ആടി അത്ര അഹങ്കാരമാണെങ്കിൽ നീ കഴിക്കേണ്ട. നിന്റെ ഡാഡി വന്നിട്ട് നീ കഴിച്ചാൽ മതി. കൊച്ചിന്റെ അടുത്ത് അങ്ങനെ പറയാം. മിണ്ടാതിരുന്നോ നീ? നീ അങ്ങ് വലിയ പഷ്ടൊന്നും അല്ല നീ. എന്നാ ആരെയാന്ന് വെച്ചാ വിളിച്ച് പറ, അടുത്ത കുഴപ്പമുണ്ടാക്കി വെച്ചിട്ട്. അവൾ ആരോട് അവള് വാശി എടുക്കുന്നത്? അവിടെ കിട്ടാൻ മേത്തോളം. അല്ല കഴിച്ചിട്ട് വിശപ്പ് മാറ്റിയിട്ട് വിളിക്കാന്നൊരു ധാരണയിലായിരുന്നു. നിനക്ക് വിശക്കുന്ന സത്യമായിട്ട്? ഓ ഇന്റെ ഇപ്പൊ അവളൊന്നും എടുത്തു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇരിക്കെ, ഞാൻ എടുത്തോണ്ട് തരാം. കൈ കേട്ടെടുത്തിട്ട് ശരി.